ഹലോ ഗൈസ്, ഇത് ഞാൻ അക്ബറിൻ്റെ ഉമ്മയുടെ ഒരു വീഡിയോ കാണാനിടയായി. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം അക്ബറിന് ഫുള്ള് ബിബിയിൽ ഫേവറിറ്റിസമാണ്. അക്ബറിൻ്റെ ഉമ്മയ്ക്ക് സംസാരിക്കാനുള്ള അവസരം തന്നെ ബിബി ആദ്യം തന്നെ കൊടുത്തു. അതുപോലെ തന്നെയുള്ള കണ്ടസ്റ്റൻറ്റുകളായ നമ്മുടെ രേണു സുധി ഒരുപാട് പ്രാവശ്യം കെഞ്ചി ചോദിച്ചു, എനിക്ക് ആരുടെയെങ്കിലും ഒരു സൗണ്ട്, എനിക്ക് അവരോടൊന്ന് സംസാരിക്കാനെങ്കിലും കഴിയുമോ എന്ന് കൺഫെഷൻ റൂമിൽ ഒന്ന് കരഞ്ഞു ചോദിച്ചിട്ട് പോലും അത് സമ്മതിച്ചില്ല. അതുപോലെ അനിമോൾ അമ്മയുടെ ഒരു സൗണ്ട്, ഒരു 10 സെക്കൻഡ് സൗണ്ട് എന്ന് കേട്ടാൽ മതി എന്നൊരു കുറേ പ്രാവശ്യം ബിബിയോട് കെഞ്ചി പറഞ്ഞിട്ട് ബിബി സമ്മതിച്ചില്ല. പിന്നെ എന്തുകൊണ്ടാണ് അക്ബറിൻ്റെ ഉമ്മയെ സംസാരിപ്പിക്കാനായിട്ട് സമ്മതിച്ചത്? അക്ബറിൻ്റെ ഉമ്മ പുറത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നീ എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത്? കാരണം പുറത്തു നിന്ന് കണ്ണ ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇങ്ങനെയാണോ കളിക്കേണ്ടത്, നീ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ നീ ഇങ്ങനെ അല്ലല്ലോ, നിൻ്റെ സ്വഭാവം ഇങ്ങനെ അല്ലല്ലോ എന്ന് പറയുവാണ്. അതുപോലെ തന്നെ ഈ ഉമ്മ പറയുന്നത് ആദില നൂറയോട് സഹകരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷേ ഞാൻ പറയുന്നു അതെനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ഉമ്മ സംസാരിച്ച അന്ന് തന്നെ ആദിലയും നൂറയും ഇരുന്നിട്ട് സോഫയിൽ ഇരുന്നിട്ട് കരയുന്നുണ്ട്. ഒരു ചെറിയ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ദിവാൻ കോട്ട് പോലൊരു സ്ഥലത്ത് ഇരുന്നിട്ട് രണ്ടുപേരും കൂടി പറഞ്ഞ് കരയുവാണ്. എന്താണ്? അക്ബറിൻ്റെ ഉമ്മ ഞങ്ങൾ സഹകരിക്കാൻ പാടില്ല, നമ്മുടെ കൂടെ അദ്ദേഹം മിണ്ടരുത് അല്ലെ സഹകരിക്കരുത് എന്ന് പറഞ്ഞാണ് കരയുന്നത്. അന്ന് എന്തുകൊണ്ടാണ് അവർ ന്യായീകരണവുമായിട്ട് എന്തുകൊണ്ട് അന്ന് അവർ ന്യായീകരണവുമായിട്ട് വന്നില്ല? അന്ന് നമ്മൾ പ്രേക്ഷകരെല്ലാം പുറത്തു നിന്ന് ഇത് കണ്ട കാര്യമാണ്. അപ്പോൾ ഈ ബിബിയുടെ ഒരു കളിയാണിത്. ബിബിയുടെ ഷോ ഡയറക്ടറും ഈ അക്ബറും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണെന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പം ഇത് ബിബിയുടെ TRP കൂട്ടാൻ വേണ്ടി അവർ കളിച്ച ഒരു കളിയാണ്, ഒരു നാടകമാണ് ഈ കാണുന്നതെല്ലാം. എന്ന് പറഞ്ഞാൽ അക്ബറിനെ ഉയർത്തിക്കാട്ടണം. അക്ബർ വായി തോന്നുന്ന കക്കൂസ് അക്ബർ അങ്ങനെ തന്നെ പറയേണ്ടി. ഈ കക്കൂസ് അക്ബറിൻ്റെ വായിൽ നിന്ന് വരുന്ന മുഴുവൻ വിഷമാണ്. കക്കൂസ് വർത്താനം മാത്രമേ അയാളെ വായിൽ നിന്ന് വരത്തുള്ളൂ. അയാൾ എന്ത് പറഞ്ഞാലും അവിടെ ഒരു പ്രശ്നമില്ല. ലാലേട്ടൻ വന്ന് അങ്ങനെ അയാളെ ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലക്ഷ്മിയുടെ കാര്യത്തിലേക്ക് വരാം. ലക്ഷ്മിയെ സംബന്ധിച്ചോളം ലക്ഷ്മിയെ ഇൻ്റർവ്യൂ ചെയ്ത് ഇവർ ഇങ്ങനെയുള്ളൊരു ക്യാരക്ടറുള്ള സ്വഭാവക്കാരിയാണ്, കാരണം ഇങ്ങനെയുള്ള LGBT കമ്മ്യൂണിറ്റി അംഗീകരിക്കുന്ന ഒരു സ്ത്രീ അല്ല എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ ബിബി അവരെ അകത്തേക്ക് കൊണ്ടുവന്നത്. ഞാനിത് ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടതുപോലെ അവരെ ഇൻ്റർവ്യൂ ചെയ്ത് അവരെ ഇങ്ങനെ പറഞ്ഞിട്ട്, കാരണം അഭിഷേക് ശ്രീകുമാറിനെ അങ്ങനെ അറിഞ്ഞിട്ടും ആ ഒരു കാരണം കൊണ്ടാണ് LGBT കമ്മ്യൂണിറ്റി എതിർക്കുന്ന ഒരാളെന്ന നിലയിലാണ് അഭിഷേക് ശ്രീകുമാറിനെ അകത്തേക്ക് കൊണ്ടുവന്നത്. അതുപോലെ ലക്ഷ്മിയും അതുപോലെ തന്നെയാണ് കൊണ്ടുവന്നത്. അല്ലാതെ ലക്ഷ്മി ആരാണ്? ഇപ്പം നമ്മൾ ഒരു ബിബി പോകണമെങ്കിൽ നമ്മൾക്ക് എന്താണ് നമ്മുടെ ഒരു നിലപാട്? ആ നിലപാട് ബിബിയിൽ അടിക്കാൻ പറ്റുന്ന ഒരു നിലപാട്, ആ ഒരു കണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാവുന്ന നിലപാടാണെങ്കിൽ നമ്മളെയും ബിബിയിലെടുക്കും. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചത്. ഇത് ബിബിയുടെ TRP കൂട്ടാൻ വേണ്ടി അവർ ഓരോന്ന് കാണിച്ചു കൂട്ടുവാണ്. അപ്പം എനിക്കതുകൊണ്ടാണ് ഞാൻ പിന്നെ ലക്ഷ്മിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് പറച്ചിലിന് അവിടെ ആ സമയത്ത് എന്തിനാണ് അക്ബറുമായിട്ട് വഴക്കിട്ട സമയത്ത് എന്തിനാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു അതിലെയും നൂറയോടുള്ള അവർ നോർമലൈസ്, എല്ലാവരും അവരെ നോർമലൈസ് ചെയ്യുന്നു എന്ന തോന്നലെന്ന് പെട്ടെന്നുണ്ടാവുന്ന ഇതിലായിരിക്കാം പറഞ്ഞത്. പക്ഷേ അത് പറയുന്നതിൻ്റെ രീതി വളരെ മോശമായി പോയി. അത് എന്ന് ഞാൻ പറയും. പക്ഷേ ലക്ഷ്മി പറഞ്ഞ നിലപാടിനോട്, ലാലേട്ടൻ വന്നപ്പോഴാലും ലക്ഷ്മി പറഞ്ഞ നിലപാടിനോട് ഞാനെന്നും യോജിപ്പാണ്. കാരണം അവരവരുടെ നിലപാട് പറഞ്ഞു, അതിന് നമ്മളെന്തിനാണ് യോജിക്കാതിരിക്കേണ്ട ആവശ്യം എന്താണ്? അവരവരുടെ നിലപാടാണ് പറഞ്ഞത്. ലാലേട്ടനോട് പറഞ്ഞ് എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറയുന്നത്. പക്ഷേ അതിന് മുമ്പ് വഴക്കിട്ട സമയത്ത് ലക്ഷ്മി പറഞ്ഞ ആ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചു. അതുപോലെ മോശമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അത് മോശമായിപ്പോയി, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അവരുടെ നിലപാട് അറിഞ്ഞുകൊണ്ടാണല്ലോ ബിബി കൊണ്ടുവന്നത്. അപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബിബി ചെയ്യുന്നത്. അവർക്ക് ഇത്ര ദിവസമായിട്ട് ഇപ്പോൾ TRP കൂടി നമ്മളെല്ലാം അതിനെക്കുറിച്ച് ചർച്ചാ വിഷയമാക്കി. ഇത് തന്നെ ആയിരുന്നു കാര്യം, ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ലക്ഷ്മിക്ക് ഇൻഡോ മാർക്കറ്റ് അല്ല, ബിബിയിലുള്ള ആൾക്കാർ പറയുന്നതനുസരിച്ചാണ് ലക്ഷ്മി ഔട്ടാവേണ്ടത്. ലക്ഷ്മി ഔട്ടാവണമെങ്കിൽ പ്രേക്ഷകർ തീരുമാനിക്കണ്ടേ? പ്രേക്ഷകരല്ലേ തീരുമാനിക്കേണ്ടത്. ലക്ഷ്മി ഔട്ടാവണമെങ്കിൽ പ്രേക്ഷകരാണ് തീരുമാനിക്കണം. ആരെന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടുന്നത്. അനുമോൾക്കെതിരെ അനുമോളെ പിടിക്കുന്ന ഇന്നലെ മീൻ ഇടാൻ പോയപ്പോൾ ഫിഷ് ഇടാവുന്ന സമയത്ത് അനുമോടെ കൈക്ക് പിടിച്ച് വലിച്ചു. അങ്ങനെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ്. എല്ലാവരും കൊണ്ട് ലക്ഷ്മിയുടെ നെറ്റിയിൽ കൊണ്ടുവന്ന് ഇൻഡു ഇട്ട് ആദിലേക്ക് ടിക്ക് ഇട്ട്. ഈ ആദിലെന്ന് പറഞ്ഞ വ്യക്തി രാത്രി ഒരാളിന് എത്രയോ വയസ്സിന് മൂത്ത ഒരാളിന് എന്ത് മോശമായിട്ടാണ് ബിഹേവ് ചെയ്തത്. നീ പോടാ മരവാഴെ, നിന്നെ മറ്റേ തെറിഞ്ഞാൽ വിളിക്കും, അനീഷയെന്ന് വിളിച്ച വാഗുണ്ട് എന്നെ മറ്റേത് വിളിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് വളരെ മോശമായിട്ടാണ് ആ വ്യക്തി അവിടെ നിന്നുകൊണ്ട് ലക്ഷ്മി അവരവരുടെ നിലപാട് പറഞ്ഞു. അവരുടെ ലാംഗ്വേജിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. ആ പ്രോബ്ലംസ് ആണല്ലോ ബിബിയിൽ വേണ്ടത്. അല്ലാണ്ട് പിന്നെന്തോ ബിബിയിൽ ചെന്നിരുന്ന് കഞ്ഞിയും കറിയും വെക്കാനാണ് ബിബിയിലേക്ക് പോയത്. അവനവൻ്റെ നിലപാട് പറയുക, എതിർക്കുന്നവരെ ശക്തിയുക്തം എതിർക്കുക, അല്ലെങ്കിൽ യോജിക്കുന്നവരുമായിട്ട് ശക്തിയുക്തം യോജിച്ചു പോവുക, ഇതൊക്കെ തന്നെയാണ് ബിബിയിലെ നിലപാട്. അല്ലാണ്ട് ബിബിയിൽ പോയി കഞ്ഞി കറിയും വെക്കാനല്ലല്ലോ പോയത്. അപ്പോൾ എല്ലാവരും ഇന്ത്യ ഇട്ടേക്കുന്നത് ബിബി ഹൗസിലുള്ള ആൾക്കാർ ലക്ഷ്മി പോകണമെന്ന് പറഞ്ഞാൽ ലക്ഷ്മിയെ പുറത്ത് വിടാൻ വേണ്ടി ഇവിടെ പ്രേക്ഷകർ തീരുമാനിക്കണ്ടേ? പ്രേക്ഷകർ തീരുമാനിച്ചെങ്കിൽ ലക്ഷ്മിക്ക് പോകാൻ പറ്റും. ലക്ഷ്മിയെ
ഇവിടെ ഭയങ്കരമായിട്ട് ലക്ഷ്മിക്ക് സൈബർ അറ്റാക്ക് നടന്നത്. എന്തിനാണ് ഈ ലക്ഷ്മിക്ക് സൈബർ അറ്റാക്ക്? അവരവരുടെ നിലപാടും കൊണ്ട് മാത്രമാണ് ബി പോയി, അല്ലാണ്ട് അവർ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് പോയില്ല. അവരുടെ നിലപാട് അവരെന്നും പറയുന്നവരായിരിക്കും. അതുകൊണ്ടാണ് അവരത്ര ധൈര്യത്തോട് അവിടെ അവർ പറയും, ലാലേട്ടൻ്റെ മുന്നിൽ അവർ പറയാൻ ധൈര്യം കാണിച്ചത്. ഞാൻ പറയും, എനിക്ക് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ എൻ്റെ നിലപാട് അതാണ്. ഇനിയിപ്പോൾ ആരെന്തും മുന്നോട്ട് കൊണ്ടുവന്നാലും എനിക്ക് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള സ്ത്രീ എന്ന് പറയുന്ന പുരുഷൻ സ്ത്രീയാവുന്നതിലൂടെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു വെച്ച് കെട്ടലും ആ വേഷം കെട്ടലും എനിക്ക് ഒരിക്കലും ഇനി മരണം വരെ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം സ്ത്രീ എന്ന് പറയുമ്പോൾ സ്ത്രീക്ക് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് അവൾ അനുഭവിക്കുന്ന ആ ഒരു ത്യാഗത്തിൻ്റെ ഫലമാണ് അവൾ സ്ത്രീ എന്നുള്ളൊരു അഭിമാനത്തോടു കൂടി ജീവിക്കുന്നത്. അല്ലാണ്ട് ഈ വെച്ച് കെട്ടിയാലോ സിലിക്കൺ കൊണ്ടുവന്ന് ബ്രസ്റ്റ് ഉണ്ടാക്കിയാലോ ലിംഗം ഛേദിച്ച് കളഞ്ഞാലോ സാരി ഉടുത്താലോ ഒന്നും ആണ് പെണ്ണാവില്ല. അതൊരിക്കലും ആവാനും പോണില്ല. എത്ര ഹോർമോൺ എടുത്താലും ആവില്ല. അവനവന് പുരുഷനായിട്ട് ജനിച്ചാൽ പുരുഷൻ്റെ ഹോർമോൺ എടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നല്ല മര്യാദയ്ക്കുള്ള പുരുഷനായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ തോളിൽ ആര് കയറി വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. ആ നിലപാടാണ് എൻ്റെത്. ഇനിയിപ്പോൾ ലോകം ഇടിഞ്ഞ് എൻ്റെ തലയിലോട്ട് വീണെന്ന് പറഞ്ഞാലും എൻ്റെ നിലപാടിന് മാറ്റം വരാൻ പോകുന്നില്ല. ലക്ഷ്മി അത് തന്നെ ലാലേട്ടൻ്റെ മുന്നിൽ പറഞ്ഞത്. പലതും അവർ എഡിറ്റ് ചെയ്ത് കളഞ്ഞു. അവർ ഒരുപാട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ എപ്പിസോഡിൽ.